എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC കേരള നവോത്ഥാനം എന്ന വിഷയത്തിൽ നിന്നും ഇതുവരെ ചോദിച്ചിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകൻ ആരാണ്? സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, വൈകുണ്ഠ സ്വാമികൾ. വൈകുണ്ഠ സ്വാമികളാണ് സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകൻ. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ സ്ഥാപിച്ച പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ സ്ഥാപിച്ച പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം. ആൻസർ ഓപ്ഷൻ സി, ഇരവിപേരൂർ. ഇരവിപേരൂരാണ് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ സ്ഥാപിച്ച പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം. സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി, 1, 3, 4. 1. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു. 3. അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. 4. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ദളിതൻ. താഴെ പറയുന്നവയിൽ തെറ്റായ ബന്ധം ഏതാണ്? താഴെ പറയുന്നവയിൽ തെറ്റായ ബന്ധം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, മന്നത്ത് പത്മനാഭൻ സമത്വ സമാജം. മന്നത്ത് പത്മനാഭൻ സമത്വ സമാജം താഴെ പറയുന്നവയിൽ തെറ്റായ ബന്ധമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയല്ലാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, അദ്വൈത ചിന്താ പദ്ധതി. അദ്വൈത ചിന്താ പദ്ധതി ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയല്ല. താഴെ പറയുന്നവയിൽ മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? താഴെ പറയുന്നവയിൽ മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, 2, 3, 4. 2. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ അധ്യക്ഷൻ മന്നത്ത് പത്മനാഭനാണ്. 3. വിമോചന സമരത്തിന് നേതൃത്വം നൽകി. 4. എൻ്റെ ജീവിത സ്മരണകൾ ആത്മകഥയാണ്. ശ്രീനാരായണ ഗുരുവിനെ സ്വാമി വിവേകാനന്ദനുമായി കൂട്ടിച്ചേർക്കുന്ന കണ്ണി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരുവിനെ സ്വാമി വിവേകാനന്ദനുമായി കൂട്ടിച്ചേർക്കുന്ന കണ്ണി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പുവാണ് ശ്രീനാരായണ ഗുരുവിനെ സ്വാമി വിവേകാനന്ദനുമായി കൂട്ടിച്ചേർക്കുന്ന കണ്ണി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ്. തുവയൽ പന്തി കൂട്ടായ്മ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? തുവയൽ പന്തി കൂട്ടായ്മ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, വൈകുണ്ഠ സ്വാമികൾ. വൈകുണ്ഠ സ്വാമികളാണ് തുവയൽ പന്തി കൂട്ടായ്മ തുടങ്ങിയത്. താഴെ പറയുന്നവയിൽ പൊയ്കയിൽ യോഹന്നാൻ ദളിത് സമുദായത്തിനു വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങൾ ഏതെല്ലാം? താഴെ പറയുന്നവയിൽ പൊയ്കയിൽ യോഹന്നാൻ ദളിത് സമുദായത്തിനു വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങൾ ഏതെല്ലാം? ആൻസർ 1, 2, 4. 1. വാകത്താനം ലഹള. 2. മംഗലം ലഹള. 4. മുണ്ടക്കയം ലഹള. ഏതൊക്കെയാണ്? വാകത്താനം ലഹള, മംഗലം ലഹള, മുണ്ടക്കയം ലഹള എന്നിവയാണ് പൊയ്കയിൽ യോഹന്നാൻ ദളിത് സമുദായത്തിനു വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങൾ. വക്കം മൗലവിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. വക്കം മൗലവിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ, 1, 2, 3. 1. അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ചു. 2. അൽ ഇസ്ലാം എന്ന ജേണൽ പുറത്തിറക്കി. 3. ഇസ്ലാമിക സന്ദേശം എന്ന കൃതി രചിച്ചു. ഏതൊക്കെയാണ്? അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചു. അൽ ഇസ്ലാം എന്ന ജേണൽ പുറത്തിറക്കി. ഇസ്ലാമിക സന്ദേശം എന്ന കൃതി രചിച്ചു. ഇവയൊക്കെയാണ് വക്കം മൗലവിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ. താഴെ പറയുന്നവയിൽ യാചനയാത്രയുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? താഴെ പറയുന്നവയിൽ യാചനയാത്രയുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, വി ടി ഭട്ടതിരിപ്പാട്.
VT ഭട്ടതിരിപ്പാടാണ് യാചനയാത്രയുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ്. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ ഡി A3, B1, C4, D2. എ കുമാരഗുരു പ്രത്യക്ഷരക്ഷ ദൈവസഭ. ബി പണ്ഡിറ്റ് കറുപ്പൻ ജ്ഞാനോദയം സഭ. സി VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. ഡി തൈക്കാട് അയ്യാസ്വാമി ശൈവ പ്രകാശ സഭ. രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. ഡോക്ടർ അയ്യത്താൻ ഗോപാലനെയാണ് രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിലെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത്. EV രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം. EV രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം. ആൻസർ ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹമാണ് EV രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം. സർവ വിദ്യാധിരാജ എന്നറിയപ്പെട്ടത് ആരെയാണ്? സർവ വിദ്യാധിരാജ എന്നറിയപ്പെട്ടത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളെയാണ് സർവ വിദ്യാധിരാജ എന്ന് അറിയപ്പെട്ടത്. കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് ആരാണ്? കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി അയ്യങ്കാളി. അയ്യങ്കാളിയാണ് കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ്. അയ്യങ്കാളിയുടെ ജീവിത ചരിത്രത്തിലെ ചില പ്രധാന സംഭവങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. ഇവയിൽ ശരിയായവ കണ്ടെത്തുക. അയ്യങ്കാളിയുടെ ജീവിത ചരിത്രത്തിലെ ചില പ്രധാന സംഭവങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. ഇവയിൽ ശരിയായവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി എയും സിയും എന്നിവ ശരി. എ 1893 വില്ലുവണ്ടി യാത്ര. സി 1907 സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു. അപ്പോൾ ഏതൊക്കെയാണ്? 1893 വില്ലുവണ്ടി യാത്ര, 1907 സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു. വൈകുണ്ഠസ്വാമികൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈകുണ്ഠസ്വാമികൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി സമത്വ സമാജം. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് സവർണജാഥ സംഘടിപ്പിച്ച നേതാവ് ആരാണ്? വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് സവർണജാഥ സംഘടിപ്പിച്ച നേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് സവർണജാഥ സംഘടിപ്പിച്ച നേതാവ്. താഴെ പറയുന്നവയിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രസിദ്ധീകരണങ്ങളിൽ പെടാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രസിദ്ധീകരണങ്ങളിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 2, 4 എന്നിവ. 2 അഭിനവ കേരളം ആത്മവിദ്യ കാഹളം. 4 വേദാധികാര നിരൂപണം അരുൾ നൂൽ. ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ നോക്കാം. അഭിനവ കേരളം ആത്മവിദ്യ കാഹളം, വേദാധികാര നിരൂപണം അരുൾ നൂൽ. ആത്മവിദ്യാസംഘവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതുക. ആത്മവിദ്യാസംഘവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ എ 1, 3 ശരി. 1 ഊരാളുങ്കൽ ഐക്യനാണയ സംഘം ആരംഭിച്ചു. 3 അഭിനവ കേരളം മുഖപത്രം തുടങ്ങി. അപ്പോൾ ഏതൊക്കെയാണ്? ഊരാളുങ്കൽ ഐക്യനാണയ സംഘം ആരംഭിച്ചു, അഭിനവ കേരളം മുഖപത്രം തുടങ്ങി. ഇവയൊക്കെയാണ് ആത്മവിദ്യാസംഘവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ സി 2, 4. 2 ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ. 4 യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. ബാക്കിയുള്ള തെറ്റുത്തരങ്ങളുടെ ശരിയുത്തരം ഏതാണെന്ന് നോക്കാം. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ. സഹോദര പ്രസ്ഥാനം സഹോദരൻ അയ്യപ്പൻ. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്?
ആൻസർ ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുദേവനാണ് മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത്. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ആരാണ്? പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളാണ് പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത്. താഴെ തന്നിരിക്കുന്ന കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കുറിച്ചുള്ളതാണ്. താഴെ തന്നിരിക്കുന്നത് കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കുറിച്ചുള്ളതാണ്. ആരാണെന്ന് കണ്ടെത്തുക. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. വിദ്യയും വിത്തവും ഉണ്ടെങ്കിൽ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആരാണ് അദ്ദേഹം? ആൻസർ ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ. തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക. തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചു രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചു രാമകൃഷ്ണപിള്ള എന്നുള്ളത് തെറ്റ് ജോഡിയാണ്. ശരിയായിട്ടുള്ളത് നമുക്ക് നോക്കാം. അയ്യങ്കാളി കല്ലുമാല സമരം. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ. വൈകുണ്ഠസ്വാമികൾ അയിത്തത്തിനെതിരെ കിണറുകൾ കുഴിച്ചു. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ കെ കേളപ്പൻ. കെ കേളപ്പനാണ് 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. സാമൂഹ്യ പരിഷ്കർത്താവായ വാഗ്ഭടാനന്ദൻ രൂപം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? സാമൂഹ്യ പരിഷ്കർത്താവായ വാഗ്ഭടാനന്ദൻ രൂപം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആത്മവിദ്യാസംഘം. ആത്മവിദ്യാസംഘമാണ് സാമൂഹ്യ പരിഷ്കർത്താവായ വാഗ്ഭടാനന്ദൻ രൂപം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനം. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത്. വിവേകോദയത്തിന്റെ സ്ഥാപകൻ ആരാണ്? വിവേകോദയത്തിന്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ കുമാരനാശാൻ. കുമാരനാശാനാണ് വിവേകോദയത്തിന്റെ സ്ഥാപകൻ. വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക. വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ 1 ഉം 3 ഉം. 1 ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണമെന്ന് വിശേഷിപ്പിച്ചു. 3 വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന നിലപാട്. ഏതൊക്കെയാണ്? ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണമെന്ന് വിശേഷിപ്പിച്ചു. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന നിലപാട് വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ എവിടെയാണ്? ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി കളവങ്കോടം. ആലപ്പുഴ ജില്ലയിലെ കളവങ്കോടത്താണ് ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി 1 ഉം 3 ഉം. 1 ഒന്നാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തി. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തി. 3 പാട്ടുകളിലൂടെയാണ് തൻ്റെ ആശയം പ്രചരിപ്പിച്ചത്. പാട്ടുകളിലൂടെയാണ് തൻ്റെ ആശയം പ്രചരിപ്പിച്ചത്. ഇവയൊക്കെയാണ് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. കേരളത്തിലെ നവോത്ഥാന നായകരും അവർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക. കേരളത്തിലെ നവോത്ഥാന നായകരും അവർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി 1 ഡി 2 സി 3 എ 4 ബി. 1 വക്കം അബ്ദുൽ ഖാദർ മൗലവി.
കേരള മുസ്ലിം ഐക്യസംഘം. 2 അയ്യങ്കാളി സാധുജന പരിപാലന യോഗം. 3 വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. 4 ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് രേഖപ്പെടുത്തുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് രേഖപ്പെടുത്തുക. ആൻസർ ഓപ്ഷൻ സി 1, 2, 4 എന്നിവ മാത്രം ശരി. 1 ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം. 2 ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം. 4 വാഗ്ഭടാനന്ദൻ അഭിനവ കേരളം. അപ്പോൾ ഏതൊക്കെയാണ്? ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം, ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം, വാഗ്ഭടാനന്ദൻ അഭിനവ കേരളം. ചേരുംപടി ചേർക്കുക. നവോത്ഥാന നായകർ സംഘടനകൾ. ആൻസർ ഓപ്ഷൻ എ 1, 2, 2, 3, 3, 4, 4, 1. 1 അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. 2 പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ പ്രത്യക്ഷരക്ഷ ദൈവസഭ. 3 വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം. 4 വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. അപ്പോൾ ഏതൊക്കെയാണ്? അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ പ്രത്യക്ഷരക്ഷ ദൈവസഭ, വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം, വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണമാണ് ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്ത്? ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര്. ആൻസർ ഓപ്ഷൻ സി അയ്യപ്പൻ. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരാണ് അയ്യപ്പൻ. 2023 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ. 2023 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് 2023 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ. സാമൂഹ്യ പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? സാമൂഹ്യ പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 1 മാത്രം. 1 1851 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിൽ ജനനം. ഇനി ശരിയായ പ്രസ്താവനകൾ നമുക്ക് നോക്കാം. സ്വാമിനാഥ ദേശികർ ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്തശാസ്ത്രം അഭ്യസിപ്പിച്ചു. ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയിലാണ്. കേരളത്തിലെ ദേശനാമങ്ങൾ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. 1853 തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂലയിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ 1, 4. 1 ആത്മവിദ്യാസംഘം വൈകുണ്ഠ സ്വാമികൾ. 4 യോഗക്ഷേമ സഭ അയ്യങ്കാളി. ഇനി നമുക്ക് ശരി ഉത്തരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ. പ്രത്യക്ഷരക്ഷാ ദൈവസഭ കുമാര ഗുരുദേവൻ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദ ഗുരു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതെല്ലാം? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതെല്ലാം?
ആൻസർ ഓപ്ഷൻ സി 2 മാത്രം. 2. പ്രാചീന മലയാളം ആദിഭാഷ. പ്രാചീന മലയാളവും ആദിഭാഷയുമാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ. 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണിജാഥ നയിച്ചത് ആരാണ്? 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണിജാഥ നയിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി എ കെ ഗോപാലൻ. എ കെ ഗോപാലനാണ് 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണിജാഥ നയിച്ചത്. തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി അയ്യങ്കാളി. അയ്യങ്കാളിയാണ് തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. വൈക്കം സത്യാഗ്രഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് സവർണജാഥ നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? വൈക്കം സത്യാഗ്രഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് സവർണജാഥ നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി സവർണജാഥ നടത്തിയ നവോത്ഥാന നായകൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി. ആൻസർ ഓപ്ഷൻ സി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കുവാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കുവാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കുവാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണജാഥ സംഘടിപ്പിച്ചത് ആരാണ്? സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് സവർണജാഥ സംഘടിപ്പിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണജാഥ സംഘടിപ്പിച്ചത്.